ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഈ ഒരു വീഡിയോ കൊണ്ട് ചെറിയ ഉപകാരമെങ്കിലും ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിത്തിരിച്ചത്. അതായത് വീഡിയോ കണ്ടൻറ് എന്താ ബേസിക്കലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പേരൻസ് ചെയ്യുന്ന ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട് കുട്ടികളുടെ അടുത്ത്. കുട്ടികളെന്ന് പറയുമ്പോൾ പല ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ എന്ന് വെച്ചാൽ നമ്മുടെ ചില ബിഹേവിയർ പാറ്റേൺസ് ഉണ്ട്. എന്ന് വെച്ചാൽ ദേഷ്യം വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് മൃഗീയമായിട്ട് കുട്ടികളെ മർദ്ദിക്കുകയും മീൻസ് അടിക്കുകയും തൊഴിക്കുകയും ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതികൾ പല പേരൻസിലും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ നമ്മൾ ചെയ്യുമ്പം ആ കുട്ടീനെ അത് എത്രമാത്രം എന്താ പറയുക ബാധിക്കുന്നു എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. മേ ബി നിങ്ങൾ തന്നെ അത്തരത്തിൽ ബിഹേവ് ചെയ്യുന്നത് നിങ്ങളുടെ പേരൻസ് നിങ്ങളുടെ അടുത്ത് ചെയ്തതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് അത് നമ്മളെ ചെറുപ്പത്തിൽ പല രീതിയിലും എഫക്റ്റ് ചെയ്തിട്ടുണ്ടാകും. പക്ഷെ അതേ മോഡ് തന്നെ കുട്ടികളുടെ അടുത്ത് എടുത്താൽ മാത്രമേ കുട്ടികൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടും സ്ട്രിക്റ്റ് ആയിട്ടും നല്ല രീതിയിലും വളരുള്ളൂ എന്ന് ചിന്തിക്കുന്ന പേരൻസ് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അടിച്ചു തുടങ്ങും. ചെറിയ കുട്ടികളെ വരെ അടിച്ചു തുടങ്ങും. അപ്പോൾ അത്തരത്തിലുള്ള രീതികളൊക്കെ മാറ്റിയിട്ട് ഈ ഞാനിപ്പോൾ പറയാൻ വേണ്ടി പോകുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മേ ബി നല്ലൊരു കുട്ടീനെ നമുക്ക് അല്ലെങ്കിൽ നല്ലൊരു പേഴ്സണെ നമുക്ക് ഫ്യൂച്ചറിലേക്ക് വാർത്തെടുക്കാൻ പറ്റും. അപ്പം അത്തരത്തിലുള്ള കുറച്ച് എക്സാമ്പിൾസാണ് ഞാൻ ഇപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഞാൻ ആസ് എ ചൈൽഡ് എൻ്റെ പേരൻസിൻ്റെ കയ്യിൽ നിന്ന് എന്താണോ എക്സ്പെക്റ്റ് ചെയ്തത്, എന്താണോ എനിക്ക് കിട്ടാതെ പോയത്, അത് എൻ്റെ കുട്ടിക്ക് കൊടുക്കാനാണ് ഫസ്റ്റത്തെ എൻ്റെ പ്ലാൻ. അതായത് ഒരു ചൈൽഡായിട്ടിരിക്കുമ്പോൾ നമുക്ക് ഓബ്വിയസ്ലി നമുക്ക് കൂടുതൽ സ്നേഹം കിട്ടണം ഒരു വിചാരമായിരിക്കും നമുക്ക് മോസ്റ്റ്ലി ഉണ്ടാവുക. എന്ന് വെച്ചാൽ കുട്ടി ഇപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നു, ആ മിസ്റ്റേക്ക് ചെയ്യുമ്പം ഉടനെ തന്നെ പേരൻസ് എന്താ ചെയ്യുക, ട്രഡീഷണൽ വേയിൽ എന്താ സംഭവിക്കുന്നത്, ഉടനെ തന്നെ കയ്യിൽ എന്താണോ കിട്ടുന്നത് അത് വെച്ചിട്ട് കുട്ടീനെ അടിക്കുക, അല്ലെങ്കിൽ ഇവർക്ക് സമാധാനമാവുന്നത്രത്തോളം കുട്ടീനെ വഴക്ക് പറയുക, മാക്സിമം പേടിപ്പിക്കുക, അതൊരു ഭീകരാവസ്ഥ സൃഷ്ടിക്കുക എന്നുള്ള രീതിയിലാണ് പണ്ടുള്ള പേരൻസൊക്കെ മിക്ക ആൾക്കാരും ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് കുട്ടിയുടെ മനസ്സിൽ എന്തായിരുന്നു, അയ്യോ അമ്മ എന്നടുത്ത് ഇത്തരത്തിൽ ബിഹേവ് ചെയ്യണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ അല്ലാണ്ട് കുറച്ച് സ്നേഹത്തിൽ പെരുമാറിയിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചു പോകും. അപ്പം ആ സമയത്ത് എൻ്റെ ആഗ്രഹം എന്തായിരുന്നു, എൻ്റെ ആഗ്രഹം അത് ഞാൻ എൻ്റെ മോക്കും അതേ ആഗ്രഹമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതാണ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതായത് ഞാനൊരു തെറ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടാതെ പോയത് എൻ്റെ മോൾ അത്തരത്തിലുള്ളൊരു തെറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടാതെ പോയത് ഞാൻ എൻ്റെ മോൾക്ക് കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് എൻ്റെ ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ക്ലിയറായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് ഞാൻ ആ ഒരു പോയിന്റ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. വലിയ കുഴപ്പമില്ലാതെ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ്. പക്ഷേ എന്നാൽ പോലും 7ാം ക്ലാസ്സിൽ നിന്ന് മാത്സ് ടെസ്റ്റിൽ, ക്ലാസ് ടെസ്റ്റോ ആനുവൽ ടെസ്റ്റോ എന്തോ ആണ്, മാത്സ് ടെസ്റ്റിൽ ഞാൻ പൊട്ടിപ്പോയി. അതായത് 50 മാർക്കിൽ 11 മാർക്ക് എനിക്കുള്ളൂ. 15 മാർക്കായിരുന്നു ജയിക്കാൻ വേണ്ടിയിരുന്നത്. പൊട്ടി. പേപ്പർ വാങ്ങിയിട്ട് വരുമ്പോൾ ടീച്ചറിൻ്റെ മൊത്തം പുച്ഛിഫിക്കേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിലെത്തി പേടിച്ചിട്ടാണെങ്കിലും സൈൻ വാങ്ങിയിട്ട് കൊണ്ടുപോകണമല്ലോ. സൈൻ അമ്മയുടെ കയ്യിന്നോ അച്ഛൻ്റെ കയ്യിന്നോ സൈൻ വാങ്ങിയില്ലെങ്കിൽ അവിടെ നെക്സ്റ്റ് ഡേ പോയിട്ട് ക്ലാസ്സിൽ നിന്ന് അടി വാങ്ങണം. അപ്പോൾ അതൊക്കെ പേടിച്ചിട്ട് ഇവിടുന്ന് വഴക്ക് കിട്ടിയാലും കുഴപ്പമില്ല എന്ന് പേടിച്ചിട്ട്, അതുവരെ ഞാൻ തോറ്റ എക്സ്പീരിയൻസ് എനിക്കില്ല. മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വേരിയേഷൻ ഉണ്ടാവും എന്നല്ലാണ്ട് തോറ്റ എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ പേടിച്ചിട്ടാണെങ്കിലും അച്ഛനും അമ്മേനെയും സംഭവം കാണിച്ചു. അവരുടെ കയ്യിൽ നിന്ന് ഭയങ്കരമായിട്ട് വഴക്ക് കിട്ടി, ഭയങ്കര ഭീകരാവസ്ഥ സൃഷ്ടിക്കപ്പെട്ടു. എന്നിട്ട് അവർ തീരുമാനിച്ചു, സൈൻ ചെയ്ത് തരില്ല, നീ പോയിട്ട് അടി വാങ്ങിക്കോ, അങ്ങനെയെങ്കിലും നീ അടുത്ത പ്രാവശ്യം പഠിച്ചിട്ട് നല്ല മാർക്ക് വാങ്ങുന്നുള്ള രീതിയിലാണ് അവർ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ അതുകൊണ്ട് തന്നെ അവർ തീരുമാനിച്ചു സൈൻ ചെയ്ത് തരില്ല. എനിക്ക് ടീച്ചറിൻ്റെ അടി കുറച്ച് പേടിയുള്ള സംഭവം ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അവിടെ ഞാനൊരു കള്ളത്തരം ഉണ്ടാക്കി. അതായത് എനിക്കിഷ്ടമുള്ളൊരു ഒപ്പ് ഞാൻ അതിനകത്തേക്ക് പേപ്പറിനകത്ത് എടുത്തിട്ടു. എന്നിട്ട് നെക്സ്റ്റ് സ്കൂളിൽ പോയിട്ട് ഇതാരുടെ ഒപ്പാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നില്ല, എൻ്റെ അങ്കിൾ ഉണ്ടായിരുന്നു, അങ്കിളിൻ്റെ ഒപ്പാന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ സംഭവം പ്രസൻറ്റ് ചെയ്തു. ടീച്ചറുടെ കയ്യിൽ നിന്ന് അന്ന് അടി കിട്ടാതെ ഞാൻ രക്ഷപ്പെട്ടു. പിന്നീട് എപ്പോഴൊക്കെ മാർക്ക് കുറയോ, എനിക്ക് ഒരു കോൺഫിഡൻസ് കിട്ടി എൻ്റെ അകത്ത്, എപ്പോഴൊക്കെ മാർക്ക് കുറയോ അപ്പോഴൊക്കെ പുതിയ സൈനുകളുമായിട്ട് ഞാൻ പോയി ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങാതെ രക്ഷപ്പെടും. പക്ഷെ എന്നാൽ അവിടെയൊക്കെ ടീച്ചേഴ്സിന് ഡൗട്ട് വരുന്നുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ അവിടെ പുതിയൊരു തീരുമാനം എടുത്തു. അച്ഛൻ്റെയോ അല്ലെങ്കിൽ അമ്മയുടെയോ സൈൻ, അവരുടെ സൈൻ, റിയൽ സൈൻ നോക്കി പഠിച്ചിട്ട് അവരുടെ സൈൻ തന്നെ ഇട്ടിട്ട് പോകണം എന്നുള്ളത് എനിക്കൊരു എൻകറേജ്, അതായത് എനിക്കൊരു കാരണം എനിക്ക് ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ അവിടെ എൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെയോ അടി വാങ്ങിക്കൂട്ടാൻ അല്ലെങ്കിൽ ടീച്ചറിൻ്റെ അടി വാങ്ങിക്കൂട്ടാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു, എനിക്ക് പേടിയായിരുന്നു.
അത്തരത്തിലുള്ളൊരു പേടിയെ ഓവർകം മീൻസ് ഭയന്നിട്ടാണ്, മീൻസ് അത്തരത്തിലുള്ളൊരു സിറ്റുവേഷനെ ഭയന്നിട്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ ചെയ്തത്. പിന്നീട് എന്താ പറയുക, എനിക്കത് പഠിക്കാതിരിക്കാനുള്ളൊരു റീസണായി മാറി. അതായത് ഓക്കെ, പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, തോറ്റാലും സൈൻ ചെയ്യാൻ എനിക്കറിയാമല്ലോ, അതുകൊണ്ട് അത് ടീച്ചേഴ്സ് പിടിക്കില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ, ആ ഒരു മെൻറ്റാലിറ്റി വന്നു തുടങ്ങി എനിക്ക്. നേരെ മറിച്ച് എൻ്റെ പേരൻസ് അവിടെ ഞാൻ തോറ്റാലും കുഴപ്പമില്ല സാറില്ല, നെക്സ്റ്റ് ടൈം നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഓട്ടോമാറ്റിക്കലി പഠിക്കാനുള്ളൊരു പ്രചോദനം കിട്ടിയേനെ. പക്ഷേ എവിടേക്കോ എപ്പോഴൊക്കെയോ ടീച്ചേഴ്സ് അത് പിടിച്ചു, ഞാൻ പിടിക്കപ്പെട്ടു. അങ്ങനെ ഫൈനലി ആ ഒരു പരിപാടി ഞാൻ നിർത്തി. 7ാം ക്ലാസ് കൊണ്ട് തന്നെ ഞാൻ ആ പരിപാടി നിർത്തി. 7ാം ക്ലാസ്സോ 8ാം ക്ലാസ്സോ എനിക്ക് ഓർമ്മയില്ല. എനിവേയ്സ്, ഞാൻ ഇതൊരു എക്സാമ്പിളായിട്ട് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, നമ്മൾ പലപ്പോഴും കുട്ടികളെ അവരെ നന്നാക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഭയങ്കര സ്ട്രിക്റ്റായിട്ടിരിക്കുക. പക്ഷെ നിങ്ങൾ ശരിക്കും അവരെ ആക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയാതെ പോകരുത്. അതായത് ഞാൻ റിപ്പീറ്റ് ചെയ്യാണ് ഞാൻ ആ പറഞ്ഞ ഒരു പോയിൻറ്റ്. നിങ്ങൾ ആസ് എ ചൈൽഡ് നിങ്ങളുടെ പേരൻറ്റിൻ്റെ കയ്യിൽ നിന്ന് എന്തായിരുന്നോ എക്സ്പെക്റ്റ് ചെയ്തത് അത് നിങ്ങളുടെ കുട്ടിക്ക് കൊടുക്കാം. ഇത്രമാത്രം ചിന്തിച്ചാൽ മതി. ഓക്കെ, ആ ഒരു സിറ്റുവേഷനിൽ ഞാനായിരുന്നുവെങ്കിൽ, ഒരു കുട്ടിയായിട്ട് ഞാനായിരുന്നുവെങ്കിൽ ഞാൻ എന്ത് ആഗ്രഹിച്ചേനെ, അത്രമാത്രം ചിന്തിച്ചാൽ മതി. അപ്പോൾ എൻ്റെ ആഗ്രഹം എന്തായിരുന്നോ അതേ സിമിലർ ആഗ്രഹം തന്നെയായിരിക്കും ആ ഒരു മൊമെൻറ്റിൽ, ആ ഒരു സിറ്റുവേഷനിൽ ആ കുട്ടിയുടെ മനസ്സിലും. അപ്പോൾ അത് കൊടുക്കാൻ പഠിക്കുക. അപ്പോൾ അത്രമാത്രം ചിന്തിച്ചാൽ മതി. അതാണ് ഒന്നാമത്തെ പോയിൻറ്റ്. ഇനി രണ്ടാമത്തെ പോയിൻറ്റ്, ചുറ്റുവട്ടത്തുനിന്ന് ഭയങ്കര പ്രഷറായിരിക്കും. അതായത് ഇപ്പോൾ ഒരു കുട്ടി ഭയങ്കരമായിട്ട് വയലൻ്റായിട്ട് കരയുന്നു, ആർത്ത് വിളിച്ച് കരയുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും നല്ലതായിട്ട് കുട്ടി ദ്രോഹിക്കുന്നു. അത് ഇപ്പം മിക്ക ചെറിയ 2 വയസ്സൊക്കെയുള്ള കുട്ടി അല്ലെങ്കിൽ ഒക്കെ ആണെങ്കിൽ അമ്മമാരുടെ മുഖത്തടിക്കുക എന്നുള്ള ടൈപ്പ് ഓഫ് വീഡിയോസൊക്കെ നിങ്ങൾ തന്നെ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ ചുറ്റുവട്ടത്തിരിക്കുന്ന ഞാൻ ഫേസ് ചെയ്ത സംഭവമാണ്. ഞാൻ എൻ്റെ മോൾ എന്നെ അടിക്കുമ്പോൾ അല്ലെങ്കിൽ എന്നെ മാന്തി പറിക്കുമ്പോഴൊക്കെ ഞാൻ അവിടെ സൈലൻ്റായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ചെയ്യാറ്. എന്നിട്ട് അവളെ കാമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവളെ ഡൈവേർട്ട് ചെയ്യും, അവളുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യും. കാരണം കുട്ടികളൊക്കെ വളരെ ഈസി ആയിട്ട് ഇതാ പൊന്നു എന്നിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ അങ്ങോട്ട് നോക്കും, പിന്നെ ഈ ഒരു കാര്യം അവർ മറന്നു പോകും. അപ്പോൾ അങ്ങനെ ഡൈവേർട്ട് ചെയ്യാൻ പഠിക്കുക. അപ്പോൾ കുട്ടികളെ ഡൈവേർട്ട് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ പോയിൻറ്റ്. എന്നുവെച്ചാൽ ഒരു സിറ്റുവേഷൻ, ഇപ്പോൾ ആ കുട്ടി ഒരു സിറ്റുവേഷനിൽ ഭയങ്കരമായിട്ട് കരഞ്ഞ് ആർത്ത് വിളിക്കുന്നു, നിങ്ങളെ ദ്രോഹിക്കുന്നു, നിങ്ങളെ അടിക്കുന്നു, നിങ്ങൾ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷനിൽ 2 കാര്യങ്ങളാണ് ഈ ഒരു രണ്ടാമത്തെ പോയിന്റിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അത്തരത്തിലുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ഡൈവേർട്ട് ചെയ്യാതെ തിരിച്ച് കുട്ടീൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ, ഭയങ്കര ദേഷ്യത്തിൽ വയലൻ്റായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഒന്ന് കുട്ടിയും ഓട്ടോമാറ്റിക്കലി ഗ്രാജുവലി കുട്ടികളും അത് പഠിച്ചെടുക്കും. എന്ന് വെച്ചാൽ ഓക്കെ, ആരെങ്കിലും എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുമ്പോൾ ഞാനും തിരിച്ച് ഡബിളായിട്ട് ദേഷ്യപ്പെടണം എന്നുള്ള കാര്യം കുട്ടികൾ ഗ്രാജുവലി അവർ പിടിച്ചെടുക്കും. പിന്നീട് ഇവന് ഭയങ്കര ദേഷ്യമാണ്, ഇവൻ എന്ത് സ്വഭാവം, ഇത് ആരുടേതാണ് കിട്ടിയതെന്ന് കണ്ട് കംപ്ലയിൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ആദ്യമേ തന്നെ നിങ്ങൾ പഠിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരാൾ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുമ്പോൾ ഞാൻ തിരിച്ച് ദേഷ്യപ്പെടാതെ ഞാൻ കാമായിരുന്ന് ആ ദേഷ്യപ്പെടുന്ന ആളിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് കുട്ടികളെ ചെറിയ ഏജ് മുതലേ പഠിപ്പിക്കുകയാണെങ്കിൽ കുട്ടികൾ അത് ഫോളോ ചെയ്യും. അപ്പോൾ ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ കുട്ടിക്ക് ഉപദേശം, അതായത് 2 വയസ്സുള്ള കുട്ടിക്ക് ഉപദേശം കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അവരെ ഡൈവേർട്ട് ചെയ്യിപ്പിക്കുക. അത്തരത്തിലുള്ള സിറ്റുവേഷനിൽ നിന്ന് അവരെ അവരെ അതിനെ മറക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക, അതിനെ ഡൈവേർട്ട് ചെയ്ത് മാറ്റുക. അതാണ് രണ്ടാമത്തെ പോയിൻറ്റ്. ഇനി ചിലപ്പോൾ ചില കുട്ടികൾ ഈ ഡൈവേർട്ട് ചെയ്താലും ആ ഒരു മൊമെൻറ്റേക്ക് സൈലൻ്റ് ആയിരിക്കും. അത് കഴിഞ്ഞ ഉടനെ തന്നെ കുട്ടി അത് ഓർമ്മിച്ചിട്ട് വീണ്ടും കരഞ്ഞു തുടങ്ങും. അത്തരത്തിലുള്ള സിറ്റുവേഷനുണ്ട്. അല്ലെങ്കിൽ അതൊരു എക്സാമ്പിൾ. അല്ലെങ്കിൽ ചില കുട്ടികൾ ഈ ഡൈവേർഷനിലൊന്നും അവർ കേൾക്കൂല, അവർക്ക് അവരുടെ കാര്യം നടന്നു കിട്ടുന്നതുവരെ അവർ കരഞ്ഞുകൊണ്ടിരിക്കും. അത്തരത്തിലുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് അവരെ നിങ്ങളുടെ സ്നേഹപ്രകടനം കൊണ്ട് കെട്ടിപ്പിടിച്ചിട്ടും സാരില്ല ഇച്ചൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അത്തരത്തിൽ നിങ്ങളുടെ സ്നേഹപ്രകടനം കൊണ്ട് അവരെ കീഴ്പ്പെടുത്താൻ പറ്റുമെന്ന് നോക്കുക. അതും വർക്കാവുന്നില്ലെങ്കിൽ പിന്നെ അവർക്ക് എന്തായാലും സ്റ്റാർട്ടിങ്ങിലുണ്ടായ അതേ ലെവലിൽ അവർ കരഞ്ഞുകൊണ്ടിരിക്കില്ല, മണിക്കൂറുകളോളം എന്തായാലും അവർ കരഞ്ഞുകൊണ്ടിരിക്കില്ല, അല്ലെങ്കിൽ അവരുടെ വാശി അവർ കാണിക്കില്ല. കുറച്ച്
അവരുടെ ആ ഒരു കരഞ്ഞൊരു ക്ഷീണം വരും. ആ ഒരു സമയത്ത് പോയിട്ട് നമ്മൾ ആ ഒരു സ്നേഹപ്രകടനം നടത്തുകയാണ്. അതായത് അവർക്ക് ടൈം കൊടുക്കുക. അവർ അതിനകത്ത് നിന്ന് ഇപ്പം നമ്മളെ ആരെയും ദേഷ്യം പിടിപ്പിച്ച് കഴിഞ്ഞാൽ ആ സമയം തന്നെ നമ്മളുടെ ദേഷ്യം റിക്കവർ ആവില്ല. എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ദേഷ്യത്തിൻ്റെ അളവ് ടൈം പോകെ ആ ദേഷ്യത്തിൻ്റെ അളവ് കുറയും. അതേ മെത്തേഡ് തന്നെയാണ്, അതേ കാര്യം തന്നെയാണ് കുട്ടികളിലും. അവർ ഒരു ഫുൾ ദിവസവും ദേഷ്യത്തിൽ അങ്ങനെ ഇരിക്കില്ല. ചെറിയ കുട്ടികൾ എസ്പെഷ്യലി കുറച്ചധികം നേരം കരയും, അത് കഴിഞ്ഞ് അവർ കൂളാവും. അപ്പോൾ ഡൈവേർഷൻ വർക്കാവുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പറഞ്ഞാലും അവർ കേൾക്കുന്നില്ല എങ്കിൽ അവർക്ക് ടൈം കൊടുക്കുക. അങ്ങനെ ടൈം കൊടുത്ത് കുട്ടി കുറച്ച് കാമായെന്ന് നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് നിങ്ങൾക്ക് കുട്ടി ഒരു ഉപദേശിക്കേണ്ട പ്രായത്തിൽ ഉള്ള കുട്ടിയാണെങ്കിൽ ഉപദേശിക്കാം എന്ന് വെച്ചാൽ ബോറടിപ്പിക്കുന്ന രീതിയിലുള്ള ഉപദേശമല്ല, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, എന്നിട്ട് വിടുക. അവനത് മനസ്സിലായോ എന്ന് ഉറപ്പിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് പോകുന്നുള്ളൂ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. 1-2 കാര്യങ്ങൾ മനസ്സിൽ കൊള്ളുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറയാം, നടന്ന് പോവുക. അല്ല വളരെ ചെറിയ കുട്ടിയാണെങ്കിൽ പിന്നെ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ പോകണ്ട, അവന് ടൈം കൊടുക്കുക. അവൻ കുറച്ച് കൂളാകുമ്പോൾ പിന്നെ നിങ്ങളുടെ സ്നേഹപ്രകടനം കൊണ്ട് കുട്ടീനെ നിങ്ങളുടെ വരുതിയിൽ വരുത്തുക. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഇനി ഇതിൻ്റെ കൂടെ ചെറിയൊരു പോയിൻറ്റും ഞാൻ ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. നിങ്ങളുടെ ചുറ്റും ഞാൻ ഓൾറെഡി ഒരു ചെറിയൊരു പോയിന്റ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ് പിന്നെ അതിനകത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഈ ഒരു പോയിന്റിലേക്ക് വന്നതാണ്. അതായത് ഇത്തരത്തിലുള്ള കുട്ടികളുടെ ബിഹേവിയറൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ ചുറ്റും ഇരിക്കുന്ന ആൾക്കാർ, അതായത് നിങ്ങളുടെ റിലേറ്റീവ്സ് ആവട്ടെ, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആവട്ടെ, നിങ്ങളുടെ ഓൺ സ്പൗസ് ആവട്ടെ, ഹു ബിലീവ്സ് ഇൻ ലൈക്ക് കുട്ടികളെ സ്കോൾഡ് ചെയ്തിട്ട് മാത്രമേ വളർത്താൻ പാടുള്ളൂ എന്ന് ബിലീവ് ചെയ്യുന്ന സ്പൗസ് ആവട്ടെ, നിങ്ങളുടെ പാർട്ട്ണർ ആവട്ടെ, അവരുടെ ഒക്കെ സൈഡിൽ നിന്ന് നമുക്ക് ഒരുപാട് പ്രഷർ കിട്ടും. ചിലപ്പോൾ അന്ന് ഞാൻ പറഞ്ഞതല്ലേ നിൻ്റെ അടുത്ത് ഇത്തരത്തിലൊക്കെ ബിഹേവ് ചെയ്തുകൊണ്ടാണ്, നീ ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്യുന്നതുകൊണ്ടാണ് കുട്ടി ഇത്തരത്തിൽ വഷളായി പോയതെന്നൊക്കെ പറഞ്ഞിട്ട് അത്തരത്തിലുള്ള പലതും നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. മൈൻഡ് ചെയ്യരുത്. നിങ്ങളെടുത്ത് അങ്ങനെ ഒരാൾ സംസാരിക്കുന്നുണ്ടെന്നോ അത്തരത്തിൽ കുറച്ച് ആൾക്കാർ ബിഹേവ് ചെയ്യുന്നുണ്ടെന്നുള്ളത് മൈൻഡ് ചെയ്യരുത്. ഇതുവഴി കേൾക്കുക, തിരിച്ചങ്ങോട്ട് വിടുക. അങ്ങനെ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ പലതും പറയും, അതിനൊന്നും റിയാക്ട് ചെയ്യാതിരിക്കുക. അങ്ങനെ റിയാക്ട് ചെയ്യാതിരിക്കുമ്പം അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യുമ്പോൾ, അവരെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഇഗ്നോർ ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ താനെ വായ അടച്ചോളും. പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എപ്പോഴെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് അപ്രിസിയേഷൻ കിട്ടിയേക്കാം. എന്ന് വെച്ചാൽ നീ അന്ന് ഇത്തരത്തിൽ ബിഹേവ് ചെയ്തത് കൊണ്ടാണ് അവൾ അല്ലെങ്കിൽ അവൻ ഈ ഒരു രീതിയിൽ നല്ല നല്ല ഗുണങ്ങൾ പഠിച്ചതെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് അപ്രിസിയേഷൻ പിന്നീട് എപ്പോഴെങ്കിലും കിട്ടിയേക്കാം. കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായാൽ മതി. ഓക്കെ, ഞാൻ എൻ്റെ കുട്ടീൻ്റെ അടുത്ത് ഈ ഒരു രീതിയിലേ ഉണ്ടാവുള്ളൂ. ആര് പ്രഷറൈസ് ചെയ്ത് കഴിഞ്ഞാലും ഞാൻ എൻ്റെ രീതികൾ മാറ്റാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ മനസ്സിനെ ഉറപ്പിച്ചാൽ മാത്രം മതി. കാരണം ഞാൻ ആസ് എ മദർ ഒരുപാട് എൻ്റെ തലയിലേക്ക് ഇങ്ങനെ ഇറിറ്റേഷൻസ് വരുന്നുണ്ട്. നീ എന്താ ഇങ്ങനെ കുട്ടീനെ വഷളാക്കുന്നത്, കുട്ടീനെ പേടിപ്പിച്ച് നിർത്തണം, എന്നാൽ മാത്രമേ അവർ നിന്നെ പേടിക്കുള്ളൂ, നിന്നെ ഭയപ്പെട്ടിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. അല്ല, അങ്ങനെയല്ല. കുട്ടികളെ ഫ്രണ്ട്ലി രീതിയിൽ കാണുക. കാരണം നമ്മൾ ഭയപ്പെടുത്തി കുട്ടികൾ നമ്മളിൽ നിന്നും മറച്ചു വെച്ച് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും. ഞാൻ ആസ് എ ചൈൽഡ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ചെയ്ത തെറ്റുകൾ എന്തുകൊണ്ടാണ് ഞാൻ ചെയ്തതെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് നല്ല ബോധമുണ്ട്. അതെൻ്റെ പേരൻസിൻ്റെ ചില പ്രവർത്തികൾ കൊണ്ടാണ്, അവരറിയാതെ ചെയ്ത ചില പ്രവർത്തികൾ കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ആ പ്രവർത്തികൾ ഞാൻ റിപ്പീറ്റ് ചെയ്യാതിരുന്നാൽ മതി എൻ്റെ കുട്ടികൾ നല്ലത് പഠിക്കാൻ. നെക്സ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു കുട്ടി കരഞ്ഞുകൊണ്ട് സങ്കടത്തോടെ നമ്മളെടുത്ത് വന്നിട്ടൊരു കാര്യം പറയുന്നു. അച്ഛൻ്റെ അടുത്തോ അമ്മയുടെ അടുത്തോ ഇനി ആരെടുത്താണെങ്കിലും ഗ്രാൻഡ് പേരൻസിൻ്റെ അടുത്തോ ആരെടുത്താണെങ്കിലും വന്നിട്ടൊരു സങ്കടം പറയുന്നു. പക്ഷെ നമ്മളത് ആലോചിക്കുമ്പം ഇത്ര സില്ലി ആയിട്ടുള്ളൊരു സങ്കടം വേറെ ഉണ്ടാവില്ല ലോകത്ത്. അതായിരിക്കും ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ എന്നാൽ പോലും ആ കുട്ടിയുടെ ഏജ് വെച്ച് നോക്കുമ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ച് അത് ഭയങ്കര വിഷമമുള്ളൊരു സംഭവമായിരിക്കും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആ കുട്ടി വന്നിട്ട് നമ്മുടെ അടുത്ത് ആ കാര്യം പറയുമ്പോൾ നമ്മൾ അയ്യേ ഇത്ര സിമ്പിളായിട്ടുള്ള ഈ സില്ലി കാര്യത്തിനാണോ നീ ഇങ്ങനെ കരയുന്നത്, അയ്യേ എന്നുള്ള രീതിയിൽ ബിഹേവ് ചെയ്യാതെ അവളുടെ അല്ലെങ്കിൽ അവൻ്റെ ഇമോഷന് വാല്യൂ കൊടുക്കാൻ നമ്മൾ പഠിക്കണം. അതായത് ഇനി എത്ര ചെറിയ കാര്യമാവട്ടെ, അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ഇമോഷന് അവരുടെ സങ്കടത്തിന് നമ്മൾ വാല്യൂ കൊടുക്കുമ്പോൾ, അതിന് ഒരു അത്തരത്തിൽ അതിനെ കൈകാര്യം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ? മറ്റുള്ളവരുടെ ഇമോഷന് നമ്മൾ വാല്യൂ കൊടുക്കാനാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതല്ലാണ്ട് ഒന്ന് പോയേ ഇതൊക്കെ വന്നിട്ട് ഒരു പ്രശ്നമായിട്ട് പറയുന്നു ഒന്നും നമ്മൾ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓക്കെ, എൻ്റെ പ്രശ്നമൊന്നും അമ്മയ്ക്കോ അച്ഛനോ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല
എന്നുള്ളത് നമ്മൾ ഓട്ടോമാറ്റിക്കലി അവരെ പഠിപ്പിക്കുന്നു. ഓബ്വിയസ്ലി അവർ വലുതാകുമ്പോൾ മറ്റുള്ളവരുടെ ഇമോഷന് ഒരു വാല്യൂവും കൊടുക്കാതെ ആയിരിക്കും ഇവർ ജീവിച്ചു പോവുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഠിപ്പിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് പഠിപ്പിച്ചേ പറ്റൂ. ഇതൊന്നും ഒരു കുട്ടീനെ പഠിപ്പിക്കാണ്ട് പിന്നെ വലുതായതിനു ശേഷം അയ്യോ കുട്ടി ശരിയില്ല, കുട്ടി അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരു തോന്നിയവാസിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ കൊടുക്കേണ്ടത് ചെറുപ്പത്തിലേ നിങ്ങൾ കൊടുക്കണം. അതായത് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളൊരു എന്തെങ്കിലും ഒരു ഫ്രൂട്ടിൻ്റെ വിത്ത് എടുത്തിട്ട് നിങ്ങൾ നട്ടു. അത് നട്ടിട്ട് വെള്ളം ഒഴിച്ചുകൊണ്ട്, അതായത് കൃത്യമായിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന വളം ഇട്ട് കൊടുക്കാതെ അയ്യോ അത് വളരുന്നില്ല, അത് വളർന്നിട്ടും ഒന്നും കായൊന്നും പിടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് ഓരോ ടൈമിലും എന്തൊക്കെയാണോ കൊടുക്കേണ്ടത് ഒരു കൃഷിക്കാരന് കൃത്യമായിട്ട് അറിയാം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ. അതിന് ചെറുപ്പം മുതലേ അതിന് വേണ്ടുന്ന സ്റ്റേജുകളിൽ എന്തൊക്കെയാണോ പ്രൊവൈഡ് ചെയ്യേണ്ടത് അത് പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ അത് കൃത്യമായിട്ടൊരു നല്ല ഫ്രൂട്ട്സൊക്കെ തരുന്ന ഒരു വൃക്ഷമായിട്ട് മാറുള്ളൂ. അതല്ലാണ്ട് നമ്മൾ നട്ടു ഇനി ബാക്കിയൊക്കെ അവൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ പാടില്ല. അപ്പം ഞാൻ പറഞ്ഞത് ഇതൊക്കെ റൈറ്റ് സെൻസിൽ നിങ്ങൾ എടുക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് പോയിൻറ്റ്സ് പറഞ്ഞു. ഇനി അടുത്ത കാര്യം, നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്, കുട്ടികൾ പറയുന്നത് എല്ലാം വാങ്ങിക്കൊടുക്കാതിരിക്കുക. എന്നുവെച്ചാൽ ചിലതൊക്കെ വാങ്ങിക്കൊടുക്കാം എന്ന് വെച്ചിട്ട് അവർ പറയുന്ന അമ്മ അത് വേണം, അമ്മ അച്ഛ ഇത് വേണം എല്ലാം വാരി കൂട്ടി കൊണ്ടുവന്ന് കൊടുക്കേണ്ട ആവശ്യം കുട്ടികൾക്കില്ല. കുട്ടികളുടെ ആ ഒരു പ്രായത്തിൽ പല സംഭവങ്ങളും അവർക്ക് ആവശ്യമില്ലാത്തതായിരിക്കാം. അതായത് ഇപ്പോൾ ഒരു 2 വയസ്സുകാരിക്ക് അല്ലെങ്കിൽ 1 വയസ്സുകാരിക്ക് മറ്റേ എന്താ പറയുക ഈ കമ്പ്യൂട്ടർ ഗെയിം പോലെയുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് ഈ ഓരോ ഏജിനനുസരിച്ചിട്ടുള്ള, ഇപ്പം 1 വയസ്സുകാരിക്ക് മറ്റേ കിലുക്കം ഉള്ള സാധനം മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ. കാരണം അവർക്ക് ആ ഒരു കളർഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ, അവർക്ക് അതിൻ്റെ സൗണ്ട് ഇത് മാത്രമേ അവർക്ക് അറിയുള്ളൂ. അതെന്താണെന്ന് പോലും അവർക്ക് അറിയില്ല. ഒരു ടെഡി ബെയറിനെ വാങ്ങിക്കൊടുത്തതിനെ കൊണ്ട് 1 വയസ്സുകാരിക്ക് ഒന്നുമില്ല, അതൊന്നും ചെയ്യില്ല. മേ ബി ഒരു 3 വയസ്സൊക്കെ കഴിയുമ്പോഴാണ് ആ ടെഡി ബെയർ വെച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഒരു പെൺകുട്ടിക്ക് മനസ്സിലാവുക. അല്ലെങ്കിൽ ഒരു വയസ്സുകാരന് ആദ്യമേ ഗണ്ണ് പോയി വാങ്ങിക്കൊടുക്കേണ്ട കാര്യമില്ല. ഈ 1 വയസ്സുകാരനും കാര്യക്കും ഒക്കെ എന്ന് വെച്ചാൽ ഈ കിലുങ്ങുന്ന സംഭവങ്ങൾക്ക് അവർക്ക് താല്പര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ടോയ്സ് മാത്രം വാങ്ങിക്കൊടുക്കുക. പിന്നെ ഓവർ പൈസയുടെ ടോയ്സ് വാങ്ങിക്കൊടുക്കാതിരിക്കുക. പിന്നെ ടോയ്സ് മാത്രമല്ല, ചോക്ലേറ്റ്, പിന്നെ കിൻഡർ ജോയ്, പിന്നെന്താ ലോലിപോപ്സ്, പിന്നെ അതുകൂടാണ്ട് പല 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 ചോക്ലേറ്റ്സ് എപ്പോഴൊക്കെ പുറത്തിറങ്ങുന്നുണ്ടോ അപ്പോഴൊക്കെ ചോക്ലേറ്റ്സ്, അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ്സ്. പക്ഷെ നിങ്ങൾ ആ കുട്ടീനോട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിനകത്ത് 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് നിങ്ങൾ ആ കുട്ടിക്ക്, നിങ്ങളുടെ മകനോ മകൾക്കോ ഒരു സംഭവം, അത് അവൾ പറയുന്നതെല്ലാം നിങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു. അപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, ആ കുട്ടിക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ബോധം വരും. ഓക്കെ, എൻ്റെ അച്ഛനും അമ്മയും ഞാൻ പറയുന്നതൊക്കെ ചെയ്തു തരുന്നുണ്ട്. അതുപോലെ തന്നെ അത് ആ കുട്ടി ഫ്യൂച്ചറിലും അതുപോലത്തെ തന്നെ എക്സ്പെക്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ മേ ബി അത്രയും ഫിനാൻഷ്യലി വെൽ സെറ്റിൽഡ് ഒന്നും ആയിരിക്കില്ല ആ കുട്ടി ഡിമാൻഡ് ചെയ്യുന്ന എല്ലാം വാങ്ങാൻ. അപ്പോൾ മേ ബി 18 വയസ്സാകുമ്പോഴത്തേക്കും ആ കുട്ടി പറയാണ് അച്ഛാ എനിക്കൊരു ഫോൺ വേണം, അല്ലെങ്കിൽ 12 വയസ്സാകുമ്പം തന്നെ പറയാണ് അച്ഛാ എനിക്കൊരു ഫോൺ വേണം, അല്ലെങ്കിൽ അമ്മേ എനിക്ക് ഒരു സ്കൂട്ടർ വേണം എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ നോ പറയുമ്പോൾ, ആദ്യമായിട്ട് ആ കുട്ടി നോ കേൾക്കുമ്പോൾ കുട്ടിക്ക് വല്ലാത്ത തളർച്ച സംഭവിക്കും. എന്ന് വെച്ചാൽ കുട്ടി വല്ലാണ്ട് ബ്രേക്ക് ഡൗൺ ആവും, പൊട്ടിത്തെറിക്കും. ചില കുട്ടികൾ ന്യൂസിലൊക്കെ കേട്ടിട്ടില്ലേ, അത് ചെയ്തു കൊടുക്കാത്തതുകൊണ്ട് കുട്ടി തൂങ്ങി മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള രീതിയിൽ കുട്ടികളെ ഒരു കൺട്രോളും ഇല്ലാണ്ട് വളർത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും കുട്ടിക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ഡിനൈ ചെയ്യുമ്പോൾ കുട്ടിക്കത് വലിയ പിന്നെ എന്താ പറയുക, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കുട്ടിക്ക് വല്ലാത്തൊരു ഇമ്പാക്റ്റാണ് അത് ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് ഏത് സാധനത്തിനും, ഭക്ഷണത്തിനായാലും, ഭക്ഷണം എന്ന് വെച്ചാൽ ഇതുപോലെ ചോക്ലേറ്റ്സ് അങ്ങനത്തെ എൻ്റർടൈൻമെൻറ്റ്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്താണെങ്കിലും കൺട്രോൾ ചെയ്തിട്ട് വളർത്തുക. 1-2 പ്രാവശ്യമൊക്കെ മേ ബി കുട്ടികൾ ഭയങ്കരമായിട്ട് നിലവിളിച്ച് കരയായിരിക്കും, പക്ഷെ അത് ഗ്രാജ്വലി ശരിയായിക്കോളും. അപ്പം ഈ കൺട്രോളില്ലാതെ ടോയ്സ്, ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിക്കൊടുക്കുമ്പോഴുള്ള പിന്നീടുള്ളൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ, കുട്ടികൾക്ക് പൈസ എന്താണെന്ന് ചെറിയ കുട്ടികൾക്കൊന്നും അറിയില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളെല്ലാം നേടി കൊടുക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ വയറ് മുറുക്കി കെട്ടിയിട്ടായിരിക്കും ഇതൊക്കെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്നത്. പക്ഷെ അതിൻ്റെ സ്ട്രഗിൾ എന്താണെന്നുള്ളത് കുട്ടികൾ ലൈഫ് ലോങ് പഠിക്കാതെ പോകും. പിന്നീട് അതിൻ്റെ വല്ലാണ്ട് അവർ വിചാരിച്ച കാര്യങ്ങൾ നേടാൻ പറ്റാതിരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര
ബുദ്ധിമുട്ടുകളുണ്ടാക്കും. അപ്പോൾ ആദ്യമേ തന്നെ ഒരു കൺട്രോളിൽ സംഭവങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത്, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരു 4-5 വയസ്സായിട്ടുള്ള കുട്ടിക്കാണെങ്കിൽ ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവുന്ന പ്രായം എത്തി തുടങ്ങാറായതുകൊണ്ട് തന്നെ, മോനെ അച്ഛൻ്റെ കയ്യിൽ പൈസയില്ല, അച്ഛൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളെ വളർത്തുന്നത്, അതുകൊണ്ട് തന്നെ നീ പറയുന്ന പോലെ എല്ലാം വാങ്ങിത്തരാൻ അച്ഛന് പറ്റില്ല എന്ന് കുട്ടിക്ക് പറഞ്ഞാൽ മനസ്സിലാവേണ്ട പ്രായമാണ് 5 മുതൽ 6-7 വയസ്സൊക്കെ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ചെറുപ്പത്തിലേ ഈ ടോയ്സിനും ചോക്ലേറ്റ്സും കാര്യങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റ്സൊക്കെ കുറച്ച് രീതിയിൽ കൺട്രോൾ ചെയ്ത് വരുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ചിലപ്പം ഒരു 6 വയസ്സും 7 വയസ്സും ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞു കൊടുക്കാതെ തന്നെ കുട്ടികൾ എല്ലാം മനസ്സിലാക്കി ചിലപ്പോൾ കാര്യങ്ങൾ ചെയ്യും. ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്ന രീതിയിൽ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഓരോരോ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് കൃത്യമായിട്ട് നിങ്ങളുടെ തലയിലേക്ക് അത് കയറുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്ന പോയിൻറ്റ്സുകളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് എല്ലാം നേടിക്കൊടുക്കാതിരിക്കുക. പിന്നെ ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം, ഇപ്പം ഞാൻ പറയാൻ വേണ്ടി പോകുന്ന ഈ ഒരു സംഭവം, ഈ ഒരു മെത്തേഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അതായത് ഞാൻ എൻ്റെ കുട്ടീൻ്റെ അടുത്ത് ഞാൻ കുറച്ചും കൂടി വലുതായതിനു ശേഷം അവളുടെ അടുത്ത് ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മെത്തേഡാണ്, ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത്. അതായത് കുട്ടിക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ട്, ഓക്കെ എനിക്ക് മേ ബി എന്തെങ്കിലും വീഡിയോ ഗെയിംസ് വേണം, അല്ലെങ്കിൽ എനിക്കൊരു സൈക്കിൾ വേണം എന്ന് കുട്ടി പറയുകയാണെങ്കിൽ കുട്ടീൻ്റെ അടുത്ത് പൈസ സേവ് ചെയ്യാൻ പറയാം. എന്ന് വെച്ചാൽ ഓക്കെ സൈക്കിളിന് ഇത്രയും രൂപ വേണം, അപ്പോൾ അത്രയും രൂപ നീ ഓരോ ദിവസം ഒരു രൂപ വെച്ചിട്ട് കുട്ടീൻ്റെ അടുത്ത് ഒരു ബാങ്ക് പോലെ, അതായത് മറ്റേ നമ്മുടെ ഭണ്ഡാരം എന്ന് പറയല്ലേ ആ സാധനം അതിനകത്ത് നിക്ഷേപിക്കാൻ വേണ്ടി പറയാം. അപ്പോൾ അവളുടെ അടുത്ത് പറയുക ഇതിനകത്ത് ഇത്രയും നിറയുമ്പോഴാണ് അതിനുള്ള പൈസ തികയുക. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ആ പൈസ നമുക്ക് സൈക്കിൾ വാങ്ങാൻ ഉപയോഗിക്കാം. അപ്പോൾ അത്തരത്തിൽ കുട്ടികളുടെ മനസ്സിൽ ഓക്കെ ഞാനിത് ഇത്രയും പൈസ സേവ് ചെയ്താൽ മാത്രമേ എനിക്ക് ഈ സാധനം കിട്ടുള്ളൂ എന്നുള്ളത് നിങ്ങൾ ഇൻഡയറക്റ്റായിട്ട് പഠിപ്പിക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ കുട്ടികൾ ഓട്ടോമാറ്റിക്കലി ഡിമാൻഡ് ചെയ്യുന്നത് കുറയും. എന്ന് വെച്ചാൽ കുട്ടികൾക്കുള്ളൊരു ബോധം വരും, ഓക്കെ ഉണ്ടാവുന്ന പൈസ അച്ഛൻ ഉണ്ടാക്കുന്ന തരുന്ന പൈസ സേവ് ചെയ്താൽ മാത്രമേ എനിക്ക് ആ സാധനം കിട്ടുള്ളൂ എന്നുള്ളൊരു ബോധം, ഒരു തോന്നൽ കുട്ടികളുടെ മനസ്സിൽ ഉണ്ടാക്കാൻ അത് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പം ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് എൻ്റെ മോളെ, അതായത് അവൾക്ക് എന്തെങ്കിലും വലിയ വലിയ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് അവൾ തന്നെ അതിന് വേണ്ടിയിട്ട് പൈസ സേവ് ചെയ്ത് വെക്കണം എന്നുള്ളൊരു മെത്തേഡാണ് ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, ഒരു രീതിയാണ് ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അത് നിങ്ങൾക്കും വേണമെങ്കിൽ ട്രൈ ചെയ്യാം, വളരെ ഉപകാരപ്രദമായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇത്രയും സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ള പോയിൻറ്റ്സുകളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. ഇനിയും കുറേ പോയിൻറ്റ്സുകളുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം, പാർട്ട് 2 ആയിട്ട് ഞാൻ ചെയ്യാം. ഇപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾക്ക് ഇത് ചിലപ്പം യൂസ്ലെസ് ആയിട്ട് ബ്ലണ്ടറായിട്ടൊക്കെ തോന്നുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ എനിക്ക് അവരോടൊന്നും പറയാനില്ല. എന്തായാലും ഞാൻ ഇത്തരത്തിലുള്ളൊരു രീതിയിലാണ് എൻ്റെ കുട്ടീൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്യുക. ഇത് എൻ്റെ കുട്ടിക്ക് ഹെൽപ്ഫുൾ ആവും തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. തരാം.